മലബാറിൽ +2 സീറ്റ് കമ്മിയുണ്ട് എന്നുള്ളത് ഒരുപാട് യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. +2 ആയ ശേഷം തന്നെ ഇവിടെ കമ്മിയുണ്ട് എന്നുള്ളത് തരാം. 2015 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ അത് 25,000 30,000 ഒക്കെയായിരുന്നു സീറ്റ് കമ്മിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 8 വർഷം കേരളം ഭരിച്ചപ്പോൾ മാത്രമല്ല മലബാറിൽ +2 കമ്മി വന്നത്, അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതാണ് KT ജലീൽ 2 ദിവസം മുമ്പ് നിയമസഭയിൽ ഇനിയാന്ന് പറഞ്ഞത്. ഇത് 1 മാസം മുമ്പ് നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകരെന്നുള്ള ആൾക്ക് ഞങ്ങളിതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിക്കുക, അവിടെ നല്ല ബിരിയാണിയും നല്ല ഭക്ഷണവും എല്ലാം കഴിച്ച് അവർ തടിച്ചു കൊഴുത്ത് വളരുക. പിന്നീട് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും അവർക്ക് സർക്കാർ സ്കൂൾ കിട്ടും വേണം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള സജ്ജീകരണമാണ് മലബാറിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചെയ്യേണ്ടത്. അതിന് നാഷണൽ ലീഗ് മുൻപന്തി നിൽക്കും. കാരണം 10ാം ക്ലാസ് വരെ നല്ല പണക്കൊഴുപ്പുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ട് 11ഉം 12ഉം സർക്കാർ സൗജന്യമായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ സീറ്റിൻ്റെ വെമ്മത ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ള എല്ലാവർക്കും വരാം. 45 ലക്ഷത്തോളം ജനങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. വൈക്കടവ് ടു ചെങ്ങരംകുളം വരെ 125 കിലോമീറ്റർ വിസ്തീർണമാണ് മലപ്പുറം ജില്ലക്കുള്ളത്. ഇതിൽ ഈ ജനങ്ങളൊക്കെ പാടെ ദിക്കിക്കൊള്ളിക്കുന്ന ഈ ജില്ലയിൽ ഒരുപാട് പ്രയാസമുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷേ അതിന് എന്ത് വേണം? അതിന് എന്നും താൽക്കാലികമായുള്ള തീരുമാനങ്ങളല്ല വേണം. ഈ സീറ്റ് കമ്മി വരുമ്പോൾ 15 ദിവസം മാത്രം ഉണ്ടായിക്കൊണ്ടാണ് പ്രശ്നങ്ങളല്ല. ഇതിന് മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഇത് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിഹാരമാണ് ചെയ്യേണ്ടത്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടെടുക്കണം. UDF ഭരണകാലത്ത് മുസ്ലിം ലീഗ് ഒന്നും ഉണ്ടാതെ LDF ഭരിക്കുമ്പോൾ സമരവുമായി വരുന്ന MSFനെയും KFCനെയും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം ഇതാണ്. തെരഞ്ഞെടുപ്പിലെ 4 വോട്ടും 4 സീറ്റിനും വേണ്ടി മതസംഘടനകളെ വലുതാക്കിക്കൊണ്ടെന്ന് അവർക്ക് മാനേജ്മെൻറ്റ് സ്കൂളുകളും കോളേജുകളും വിട്ടുകൊടുത്തുകൊണ്ട് അവരെ രാഷ്ട്രീയ കച്ചവടം നടത്തുക. മുസ്ലിം ലീഗിൻ്റെ 12 MLA-മാർക്ക് വരെ മലപ്പുറം ജില്ലയിൽ മലബാറിൽ സ്കൂളുകളും കോളേജുകളും ഉണ്ട്. അത് അവർ ഈ ഭാഗത്തു നിന്ന് അങ്ങേ ഭാഗത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോഴത്തെ ഈ മലപ്പുറം കളക്ട്രേറ്റുകളുടെ മാർച്ചും ഈ MSFൻ്റെയും അതുപോലെ KFCൻ്റെയും ഈ സമരം അവരുടെ മാനേജ്മെൻറ്റ് സ്കൂളുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ ഒരു ആത്മാർത്ഥതയും അവർക്കില്ല എന്നുള്ളതാണ് നാഷണൽ ലീഗിൻ്റെ ഒരു ഇളയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ജനങ്ങളോട് പറയാനുള്ളത്.